ഹലോ എല്ലാവർക്കും നമസ്കാരം. 2-3 ദിവസമായി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തതാണ്, കമൻറ്റിന് മറുപടിയായിട്ട് ഞാൻ വരും. നിങ്ങൾക്ക് ചോദിക്കാനും പറയാനൊക്കെ ഉള്ളത് എന്താ വെച്ചാൽ ചോദിച്ചിട്ടോളൂ. എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മറുപടി അല്ലെങ്കിലും ഒരു മറുപടി നിങ്ങൾക്ക് തരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പുതിയൊരു വീഡിയോനെ പറ്റിയാണ്. പുതിയൊരു വീഡിയോനെ പറ്റി എന്ന് വെച്ചാൽ, ഞാൻ ഏതൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ താഴെ വരും, ഉളുപ്പില്ലേ നിനക്ക്, നാണമില്ലേ നിനക്ക്, നിനക്ക് വല്ല ജോലിയും ചെയ്ത് ജീവിച്ചൂടെ, കൃഷ്ണനെ വര നിർത്തിക്കൂടെ, പിന്നെ എന്താ പറയുക, ഈ മോനോടെയും ഇൽമോടെയും ഒക്കെ ജീവിച്ചൂടെ, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ, ഹൈന്ദവരെ പറ്റിക്കണോ, അങ്ങനെ 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 100 ചോദ്യങ്ങൾ. അപ്പം ഇത് നമ്മൾ കേൾക്കുന്നതിനൊക്കെ ഒരു പരിധി ഇല്ലേ ആശാനെ? എൻ്റെ അറിവിലുണ്ട് കേട്ടോ, കേൾക്കുന്നതിന് എന്തിനും ഒരു പരിധിയുണ്ട്. അപ്പം ഞാൻ എന്താക്കി, ഒരു വീഡിയോ ചെയ്തങ്ങ് പോസ്റ്റ് ചെയ്തു. എൻ്റെ സ്കാനർ വെച്ചിട്ടും എൻ്റെ GPay നമ്പർ വെച്ചിട്ടും ഞാൻ നല്ല കുട്ടിയായിട്ട്, എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിനക്ക് തലയെ തട്ടമിട്ടൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ നല്ല കുട്ടിയായിട്ട് തട്ടമൊക്കെ ഇട്ട് ആരെ കൊണ്ടും പറയിപ്പിക്കാതെ വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കാം, എനിക്ക് മാസാമാസത്തിനുള്ള ചിലവിനുള്ള പൈസ അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്കാനർ ഇട്ടു, GPay നമ്പർ ഇട്ടു. അപ്പോൾ എനിക്ക് കുറച്ച് തോനെ പൈസ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൈസ വന്ന ഈ അയച്ച ആൾക്കാരോടൊക്കെ ആദ്യമേ തന്നെ ഒരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചിലവിന് പൈസ കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിയല്ലേ എനിക്ക് അയച്ചത്? ഇനി അത് അവർക്ക് കൊടുക്കാതെ ഇനി നിങ്ങൾ എനിക്ക് അയച്ചിട്ട് പിന്നെ അവർ കിടന്ന് പട്ടിണി കിടക്കൂട്ടോ, അതെനിക്ക് ഭയങ്കര വിഷമാവും. പിന്നെ അയച്ച തുക അതും കൂടി ഇപ്പോൾ എടുത്ത് വെച്ച് നമ്മൾ പറയണം, 1 രൂപ. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ കൊണ്ടൊക്കെ ഇങ്ങനെ ഈ ഉപദേശിക്കാൻ മാത്രമേ പറ്റുള്ളൂ? ഈ ഉപദേശിക്കുന്ന ആൾക്കാർക്ക് ഒരാളെയും സഹായിക്കാൻ പറ്റൂല. ഒരാളുടെ കുടുംബം എങ്ങനെയെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചു പോകാൻ എന്നാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കട്ടെ എന്ന് ചിന്തിക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റൂല. നിങ്ങളെ കൊണ്ട് പറ്റും 1 രൂപ അയക്കാൻ. ആ 1 രൂപ കൊണ്ട് റേഷൻ പീടികയിൽ പോയാലെങ്കിലും അരി കിട്ടുമോ? പിണറായി വിജയേട്ടൻ പോലും 1 രൂപക്ക് അരി തരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ജീവിക്കുക? അപ്പോൾ പിന്നെ കൃഷ്ണനെ വരയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് അവസരം തന്നു. എന്ത്? നിങ്ങൾക്കാണ് ഞാൻ നന്നാവണമെന്ന് ആഗ്രഹമുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരവസരം തന്നു നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ നന്നാവണ്ട. പിന്നെ ആർക്കാ നന്നാവണ്ടേ? എനിക്ക് ഞാൻ പെർഫെക്റ്റാണ്. എനിക്ക് ഇനി എവിടെയും നന്നാവാൻ ബാക്കിയില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പിന്നെ ഞാൻ എന്തിന് എന്നെക്കുറിച്ച് ഓർത്ത് ബോധേഡാവണം? അപ്പം ഞാൻ നിങ്ങൾക്കൊരവസരം തന്നു, നിങ്ങൾക്ക് അത് പാലിക്കാൻ പറ്റി. തരുന്നത് 1 രൂപ, അതും നിങ്ങളുടെ വീട്ടുകാർക്ക് ചിലവിന് കൊടുത്തതിന് ശേഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നുമില്ലേ, അവർ പട്ടിണി കിടന്ന് പോട്ടോ. അപ്പം ആ ഒരു റീലിൻ്റെ കമൻറ്റുകളാണ് ഇന്ന് ഞാൻ വായിക്കുന്നതും അതിനുള്ള മറുപടി കൊടുക്കുന്നതും. അപ്പം ആദ്യം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, എനിക്കിങ്ങനെ സ്പീഡിൽ വായിക്കാനും ഇതാക്കാനൊന്നും അറിയില്ല. അപ്പോൾ അതിനിങ്ങനെ കമൻ്റ് ഇടണ്ട, ഉള്ളത് ഗുണം പറയുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. പലരും പറഞ്ഞ് കളിയാക്കുമ്പോൾ 9ാം ക്ലാസ്സുകാരി മാത്രം തന്നെയാണ്, അത് ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. അപ്പം ജംഷീനെ ആണ് ഫസ്റ്റ് കമൻ്റ് അയച്ചത്. ഫസ്റ്റ് കമൻ്റ് എന്ന് വെച്ചാൽ ഞാൻ മുകളിലുള്ള കുറച്ച് വായിക്കാം, ഒരുപാട് കമൻ്റ് ഉണ്ട്. കുറച്ച് എനിക്ക് കിട്ടുന്നിടത്തോളം നോക്കിയിട്ട് എനിക്ക് പറ്റുന്നിടത്തോളം മറുപടി നിങ്ങൾക്ക് തരാം, നിങ്ങൾക്കത് കേൾക്കാൻ ആഗ്രഹമില്ലേ എന്നതുകൊണ്ട് മാത്രം. അപ്പം എന്താ വെച്ചാൽ, ഈ യൂട്യൂബ് ഇല്ലായിരുന്നുവെങ്കിൽ ഇവളെയൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? ഈ യൂട്യൂബ് ഇല്ലായിരുന്നുവെങ്കിൽ ഇവൾ എന്ന് ഉദ്ദേശിച്ചത് തന്നെയാണ്, ഇവളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? അപ്പം ജംഷീന, ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളത് ജംഷീനൊക്കെ അറിയില്ലേ? 13 വർഷമായി കൃഷ്ണചിത്രങ്ങൾ വരച്ച് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ആ പരിപാടിയും അങ്ങനെ തുടർന്നുകൊണ്ട് പോവുക, അത്ര മാത്രമേ ഉള്ളൂ. യൂട്യൂബ് വന്നപ്പം യൂട്യൂബിലും ഒരു അക്കൗണ്ട് എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഉള്ളത് പോണം പൈസ കാർത്തി എല്ലാവർക്കും ഉണ്ടാവൂലേ, അതുകൊണ്ട്.
അങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. ഇനിയിപ്പം യൂട്യൂബ് ഇല്ലായിരുന്നെങ്കിൽ, കൃഷ്ണനെ വരെ ഇല്ലായിരുന്നുവെങ്കിലും എന്ന് എന്നെ അടുത്ത ചോദ്യം ചോദിക്കണ്ട. കൃഷ്ണനെ വരെ ഇല്ലായിരുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം. അങ്ങനെ ആയിരുന്നേ ഈ കുറ്റ്യാടി കോഴിക്കോട് ബസ്സിലോ, താമരശ്ശേരി കോഴിക്കോട് അല്ല താമരശ്ശേരി കൊയിലാണ്ടി ബസ്സിലോ, അല്ലെ കോഴിക്കോട് കണ്ണൂർ ബസ്സിലോ ഒക്കെ ഏതെങ്കിലും ഒരു ഡ്രൈവറായിട്ട് മാറുമായിരുന്നു. അത് സംശയമില്ല, തീർച്ചയായിട്ടും മാറുമായിരുന്നു. പിന്നെ പാത്തു അയച്ചത്, നിൻ്റെ ഭർത്താവില്ലേ ചിലവിന് തരാൻ? എൻ്റെ പാത്തുവോ, എൻ്റെ ഭർത്താവ് ചിലവിന് തന്നിട്ട് അത് ഞങ്ങൾക്ക് തികയുന്നില്ല പാത്തുവോ. ഇപ്പോഴത്തെ കാലത്ത് എൻ്റെ പാത്തുവോ കൊതുക്. ഭർത്താവിൻ്റെ ഒരാളുടെ മാത്രം സാലറിയിൽ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. പോരാത്തതിന് കുറച്ച് ഫെയിമായിട്ടുള്ള ആൾക്കാരും കൂടി ആവുമ്പം അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റാൻഡും സ്റ്റാൻഡേർഡും ഒക്കെ ഉണ്ട്. അതിലൂടെ ഈ ഭർത്താവിൻ്റെ സാലറിയാൽ മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റൂല. പിന്നെ എന്നെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഭർത്താവിനെയോ എൻ്റെ വാപ്പനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്ന്, അത് അഹങ്കാരമായിരിക്കും എന്ന് നിങ്ങളൊക്കെ പറയുമായിരിക്കും. പക്ഷേ എന്നാലും എനിക്കതിലാ സന്തോഷം. ഞാൻ സമ്പാദിക്കുക, അതിൽ കൂടെ ഞാൻ ആരെയും ബോധിപ്പിക്കാതെ ആ പൈസ ഞാൻ ചിലവാക്കുക. ഞാൻ പല സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ ചിലവിൽ ജീവിച്ച സമയത്തും എൻ്റെ വാപ്പയുടെ ചിലവിൽ ജീവിച്ച സമയത്തും ഏതൊരു സാധനം ഷോപ്പ് കാണുമ്പോൾ അതിന് എത്രയാ റേറ്റ്, അത് എത്രത്തോളം ഡിസ്കൗണ്ട് കിട്ടും എന്നൊക്കെ ചോദിച്ചതിന് ശേഷം അവരുടെയൊക്കെ കാല് പിടിച്ചിട്ട് അത് മേടിച്ച് തരുമോ എന്ന് ചോദിച്ചൊരു കാലം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു ഡ്രസ്സോ ഒരു എന്തെങ്കിലും ഒരു ഓർണമെൻറ്റ്സോ ഈവൻ ഗോൾഡ് തന്നെയാണെങ്കിലും എനിക്കത് ഇഷ്ടമായാൽ, അത് എത്ര വലിയ മേക്കിംഗ് ചാർജുള്ള ഗോൾഡ് തന്നെയാണെങ്കിലും നിങ്ങളത് പേക്ക് ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പം ഭർത്താവിനെയും വാപ്പനെയും ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് താല്പര്യമല്ല കേട്ടോ പാത്തോ. ഇനി ഷെബി എന്നാണ് ഉദ്ദേശിച്ചത്. 3305 ഇവരുടെയൊക്കെ ഓരോ നമ്പറേ. നിനക്ക് കെട്ടിയോനില്ലേ? നമ്മളെ ഒന്നും വീഡിയോ ഇട്ടിട്ടില്ലല്ലോ ജീവിക്കുന്നത്. ആ മോളെ, നീയൊന്നും വീഡിയോ ഇടേണ്ട ആവശ്യമില്ല. കാരണം നിന്നെയൊന്നും ഉപദേശിക്കാൻ നാട്ടുകാർ വരുന്നില്ല. നിന്നെയൊക്കെ ഉപദേശിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ സോഷ്യൽ മീഡിയയിൽ? സദാചാര ആങ്ങളാർ നിന്നെ വിളിക്കുന്നുണ്ടോ? നിനക്ക് സ്വർഗം വേണ്ടേ, സ്വർഗത്ത് പോണ്ടേ, സ്വർഗത്ത് പോവാൻ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഷെബീന ആരെങ്കിലും വിളിക്കാറുണ്ടോ? എന്നത് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അപ്പോൾ കറക്റ്റ് കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇസ്മായിൽ ആണെന്ന് തോന്നുന്നു, നീ ഇസ്ലാമിൽ നിന്നും പോയത് നല്ലേ, കാര്യം വളരെ നല്ലത്. ഞാൻ ഇസ്ലാമിൽ നിന്നും പോയതല്ലേ, കാര്യം വളരെ നല്ലത്. ഈ ഇസ്ലാമിൽ നിന്നും പോവുക എന്ന് പറയാൻ ഇവിടുന്ന് കോഴിക്കോടേക്ക് പോകുമ്പോഴേക്ക് പോകാൻ പറ്റുമോ? എൻ്റെ ഇസ്മായിലേ, എൻ്റെ പേരും അങ്ങനെ തന്നെ. ഇസ്മായിലേ, ഇസ്ലാം മതത്തിൽ നിന്ന് ആര് പുറത്ത് പോയിന്നും ആര് പുറത്ത് പോയിട്ടില്ല എന്നും ഭൂമിയിൽ കിടക്കുന്ന ഒരു മനുഷ്യഗണങ്ങൾക്കും പറയാൻ പറ്റൂല. ആകെ പറയാൻ പറ്റുന്നത് ആർക്കാ? ഏകദൈവമായിട്ടുള്ള അള്ളാഹുവിനെ. അപ്പം അള്ളാഹു പറയണം ജസ്ന നീ ഈ മതത്തിൽ നിന്ന് പുറത്തു പോയി എന്ന്. അത് ആ വ്യക്തി പറയുന്നൊരു കാലം എന്നാണ്? ലോകാവസാനം വരുന്ന കാലത്ത്. ലോകാവസാനം വരുമ്പം പരലോകത്ത് വെച്ചിട്ട് ചിലപ്പം അറിയാൻ പറ്റും ഞാൻ ഇസ്ലാമത്തിൻ്റെ അകത്താണോ പുറത്താണോ എന്ന്. അതുവരെ ഇസ്മായിലൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടുത്തത് സു മാത്രണ്ടേ, ഒരു വൈ ഉണ്ട്, ആർ ഉണ്ട്, വി ഉണ്ട്, ആർ ഉണ്ട്, ഡബ്ല്യു ഉണ്ട്. അടുത്ത ഉടായ്പും കൊണ്ട് ഇറങ്ങി. നിങ്ങൾക്ക് ഉടായ്പായിട്ടൊക്കെ തോന്നും. കാരണം ഒരു ഉടായ്പിനല്ലേ മറ്റൊരു ഉടായ്പിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉടായ്പായിട്ട് തോന്നും. അതിലൊരു തെറ്റുമില്ല കേട്ടോ. ഇനി സൂഫിയാൻ എന്താ അയച്ചെന്ന് നോക്കാം. ഇങ്ങനെയെങ്കിലും ജീവിക്ക്, ആർക്കെന്ത് ചെയ്തോ. അതാ സുഫിയാൻ പറഞ്ഞത് ശരിയാണ്. എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, ആർക്കെന്ത് ചെയ്തോ. നിങ്ങളാരും എനിക്ക് ചിലവിന് തരുന്നില്ല. ചിലവിന് ചോദിച്ചു നോക്കിയപ്പോൾ
ഞാൻ എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽ വരെ കാണിച്ചു തരാം. 1 രൂപ പറഞ്ഞ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 1 രൂപ കൊണ്ട് റേഷൻ പീടികയിൽ പോയാൽ പോലും ഈ അരി കിട്ടൂല. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ കാര്യം? ഞാൻ സമ്പാദിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ ആരെയും പിടിച്ചു പറിച്ചിട്ടോ കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ സ്വന്തം ശരീരം വിറ്റിട്ടോ അങ്ങനെയൊന്നല്ല ജീവിക്കുന്നത്. എനിക്കറിയാവുന്നൊരു കല, ആ കല വരച്ച് അതിന്ന് ഉപജീവന മാർഗം കണ്ടെത്തുകയാണ്. അപ്പം ഞാൻ എങ്ങനെ ജീവിച്ചാലും നിങ്ങളെ ബാധിക്കുന്ന കേസല്ല അത്. ഇനി അടുത്തത് ഫാത്തിമാസ് 18,000 ഹെഡ്സെറ്റ്, ഐഫോൺ ദിവസവും, ഡ്രസ്സ്, അഹങ്കാരിയും തൻ്റെടിയും എല്ലാം നിൽക്കുന്നു. അതെ, ഞാൻ ഈ റീസെൻ്റ്ലി 18,000 രൂപയുടെ ഒരു ഇയർ പെഡ് എന്നാ പറയുക, ഐഫോണിൻ്റെ ഒരു ഇയർ പെഡ് മേടിച്ചിട്ടുണ്ട്. ഇയർ പെഡ് എന്നോ എന്തോന്ന് പറയാം, എനിക്ക് കറക്റ്റ് അറിയില്ല. മേടിച്ചിട്ടുണ്ട്. ഐഫോൺ ഉണ്ട്, 15 Pro Max ഉണ്ട്, 16 ഉണ്ട്. 15 Pro Max മേടിച്ച സമയത്ത് 1,45,000 രൂപ. 16 മേടിച്ച സമയത്ത് 89,900 തോന്നുന്നു, ഏതായാലും 90,000 രൂപ. ഇപ്പം റീസെൻ്റ്ലി മേടിച്ചത് 17,900 രൂപ. അപ്പോൾ ഇതൊക്കെ എനിക്ക് മേടിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ഞാൻ സമ്പാദിക്കുന്നത് കൊണ്ട്. അപ്പം ഞാൻ ആരോടും ഇരക്കാനും ഇതാക്കാനും പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യത്തെ പ്രൈസ് ടാഗ് നോക്കാതെ എനിക്ക് മേടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ സമ്പാദിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അപ്പം അടുത്ത ആൾ എന്താ, ബഷീർ ഹസീന 50/25. പുതിയ രേണുസുതി വന്നേക്കുന്നു ചിലവിന് ചോദിക്കാൻ, പിന്നെ ആരും ഉപദേശിക്കില്ലല്ലോ. ഇത് അപരാധമായിരിക്കും കാണിക്കുന്നത് എന്നായിരിക്കും കക്ഷി ഉദ്ദേശിച്ചത്. എനിക്ക് രേണുസുതി ആവേണ്ട ഒരാവശ്യമില്ല. എനിക്കൊരു പേരുണ്ട്. രേണുസുതി ഒരു ബിഗ് ബോസ് പറഞ്ഞത് പോണം, ജസ്ന സലീം. എനിക്ക് ജസ്ന സലീം ആയാൽ മതി. എനിക്കൊരു തൊഴിലറിയാം, തൊഴിലെടുത്തിട്ട് തന്നെ ജീവിക്കുന്നത്. ഞാൻ അല്ലാതെ ആരെയും പിടിച്ചു പറിച്ചും മോഷ്ടിച്ചിട്ടും അല്ല ജീവിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ബിൻസിയ ഹുസൈൻ ഭ്രാന്താണെന്ന് തോന്നുന്നു. അതെ ബിൻസിയ, ഈ ലോകത്തുള്ള 99.9% മനുഷ്യർക്കും ഭ്രാന്തുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ്. നമ്മളിൽ ഓരോരുത്തർക്കും ഭ്രാന്തുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കൂ. ഓരോ വ്യക്തികൾക്കും ഭ്രാന്തുണ്ട്. ഭ്രാന്ത് ഒരു പരിധി കഴിയുന്ന സമയത്താണ് അവർക്കത് ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരുന്നത്. എനിക്കിപ്പോൾ ഏതായാലും ട്രീറ്റ്മെൻറ്റിന് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ബിൻസിയ ഹുസൈന് നിർബന്ധമായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കാരണം മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പം ഒരു കുശുമ്പ് വരുന്നുണ്ട്. അതിന് ട്രീറ്റ്മെൻറ്റ് നിർബന്ധമാണ്. അടുത്തത് എന്താ, എനിക്ക് പേര് വായിക്കാൻ കിട്ടൂല, ഏതായാലും വേൾഡാ ലാസ്റ്റ്. കെട്ടിയോൻ എന്തിനാന്നൊക്കെ ഇപ്പോൾ ചോദിച്ചാൽ അതിനൊക്കെ ഇപ്പോൾ മറുപടി പറയാൻ പറ്റുമോ നമുക്ക്? കെട്ടിയോൻ എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ പോവാടുന്നു, അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. അതിനുള്ള മറുപടി നീ അറിയാനായിട്ടില്ല. ഷംസു, ബാക്കിയുള്ളത് ഓരോരോ അക്ഷരങ്ങളും ഇതൊക്കെ കൊടുക്കുന്ന ഷംസു ആണ്. ഏതായാലും കുടുംബത്തിന് വേണ്ടി നല്ല രീതിയിൽ വീഡിയോ ചെയ്താലും മതി. ഒന്നും ഇല്ലെങ്കിലും മുസ്ലിം നാമധാരി അല്ലേ, പിന്നെ ആളുകൾക്ക് വേണ്ടി നീ നന്നാവണ്ട. നാളെ പരലോകം ചിന്തിച്ചാൽ നന്ന്. ഞാൻ പരലോകം സത്യസന്ധമായിട്ട് പറയാം,
ഇന്നലെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയും ഇന്നലെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോയപ്പം ഞങ്ങൾ ഫുഡ് ഏൽപ്പിച്ചപ്പം ഷവായി ഉണ്ട് മക്കളെ, അതിലിങ്ങനെ കിടന്ന് തിരിയുന്നു. അപ്പം ഞാൻ അവന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഇതേ ഈ നരകം, നീ ഷവായിനെ തന്നെ പറയുന്ന നരകത്തിലെ കോഴി എന്നാണ്. പാവം അതെന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനെ. അപ്പം നാളെ ഇതേപോലെ കോലുമേൽ ഇങ്ങനെ തിരിയാനുള്ളതാന്ന് ഞാൻ അന്നപ്പവും കൂടി ചിന്തിച്ചിട്ടുണ്ട്, ഇന്നലെയും കൂടി ചിന്തിച്ചതാണ്. പിന്നെ ഇത് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം, അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസം, 6 മാസത്തിൽ ഒരു ദിവസം, ഇങ്ങനെയൊക്കെ ഒരു ഡേ മുഴുവനായിട്ട് ഞാൻ പരലോകത്തെപ്പറ്റി ചിന്തിക്കാറുണ്ട്. എപ്പോഴും ചിന്തിക്കാൻ എനിക്ക് പറ്റൂല, സോറി. പിന്നെ മുബീന നൗഷാദ്, പിന്നെ അവൾ മുബീന എന്ന് കൊടുത്തത്, നിന്നെ കണ്ടാൽ തരാനും തോന്നും, അറപ്പാണ് നിന്നെ കാണുന്നത്. എൻ്റെ പൊന്നാര മുബീന, തരുന്നോല് തന്നോട്ടെ. പിന്നെ നിനക്ക് എന്നെ കാണുന്ന അറപ്പാണല്ലോ, നീ ഒരു കാര്യം ചെയ്യ്, ഈ വിരലുണ്ടല്ലോ, നമ്മുടെ ചൂണ്ടുവിരൽ, തള്ളവിരൽ നടുവിരലല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ചൂണ്ടുവിരൽ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ ഒന്നാക്കുക, നെക്സ്റ്റ് ചാനൽ വരും, അത് കാണുക. എന്നെ കാണണ്ട, എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യുക, പോവുക. വെരി സിമ്പിൾ. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ മുബീന? എന്തുവാടേ, കുറേ ആയില്ലേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. പിന്നെ എന്തോ ഒന്ന് ലാസ്റ്റ് മാജിക്കാണ്, 443. ഒരു പെണ്ണുങ്ങൾ തിരിഞ്ഞിക്കുക പൊറ. ഭർത്താവ് ചിലവിന് തരുന്നില്ലേ? ഇതിനുള്ളൊരു ഉത്തരം ഞാൻ ഒരിക്കൽ തന്നു. ഭർത്താവിൻ്റെ ചിലവിലൊന്നും ഇപ്പോൾ ജീവിക്കാൻ പറ്റില്ല. 2 മക്കളുണ്ട്, അവരുടെ വിദ്യാഭ്യാസം, കാറിൻ്റെ അടവ്, വീടിൻ്റെ അടവ്, പിന്നെ ഇപ്പം എന്താ, വീട്ടിലെ ചിലവ്, ഉമ്മാൻ്റെ കാര്യം, ബാപ്പാൻ്റെ കാര്യം, നാട്ടുകാരുടെ കാര്യം, ഡ്രസ്സ് എടുക്കണം, ടൂറ് പോകണം. എല്ലാം കൂടിയൊക്കെ ഈ ഭർത്താവിൻ്റെ ഒരു സാലറിയിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കുക? എനിക്ക് മിനിമം മാസത്തിൽ ഒരു 2 ടൂറെങ്കിലും പോകണം. അതെൻ്റെ മക്കൾക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്. കുടുംബത്തിൽ എവിടെയും പോകാനില്ലല്ലോ, നമുക്കെന്താ ടൂറ് പോയിക്കൂടെ എന്ന് ചോദിക്കും അവർ. പറയുന്നത് ശരിയാണല്ലോ, കുടുംബത്തിൽ എവിടെയും പോകാനില്ല, അപ്പോൾ നമ്മൾ ടൂറ് പോകുക എന്ന് പറഞ്ഞിട്ട് ടൂറ് പോകും. ഇതിനൊക്കെ വീടിനാണേ ഹോം ലോൺ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ടൂറ് പോകാൻ പൈസ വേണ്ടേ? ഭർത്താവ് തരുന്നത് തികയാഞ്ഞിട്ടാണ്. പിന്നെ സജീപ്പ് എന്നാണ് ഉള്ളത്. ഇവരുടെയൊക്കെ പേര് വേണോ? നമുക്ക് കമൻറ്റ് വായിച്ചാൽ പോരെ. അഹങ്കാരം മൂത്തത്, അതെ, നല്ല അഹങ്കാരിയാണ്. എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് കേട്ടൊരൊറ്റ പേരാ അഹങ്കാരി എന്നുള്ളത്. എന്തോ ദൈവം സഹായിച്ചിട്ട് ഇതുവരെ എനിക്കത് മാറിയിട്ടില്ല. ഭയങ്കര അഹങ്കാരിയാണ് ഞാൻ. ഇപ്പോഴും നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഒരാളെപ്പോലെ തോന്നുന്നില്ലേ? ഉണ്ടാവും, അത് അഹങ്കാരിയായിട്ട് തന്നെയാണ്. TVM റോക്സ്, പോയി ഭർത്താവിനോട് പൈസ ടൈമിന് തരാൻ, നാണം കെട്ട വർഗം. എൻ്റെ ഭർത്താവ് കറക്റ്റ് മാസം 30 ദിവസം ഉണ്ടോ, 30ാമത്തെ ദിവസം എനിക്ക് സാലറി അയച്ചു തരും. പക്ഷെ വർഷത്തിൽ ഒരു ദിവസം 28-ന് അയച്ചു തരും കേട്ടോ, നാളെ ഫെബ്രുവരി 28-ന്. അല്ലാണ്ട് മൂപ്പര് കറക്റ്റ് സമയത്ത് അയച്ചു തരും. പിന്നെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ നയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സദാചാര ആൾക്കാർക്ക് ഉണ്ടാവുന്ന വിഷയം മാറാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എനിക്ക് ഭർത്താവില്ലാഞ്ഞിട്ടോ എനിക്ക് ഭർത്താവ് ചിലവിന് തരാഞ്ഞിട്ടോ അല്ല, അത് നിങ്ങൾ മനസ്സിലാക്ക്. അരുണേട്ടൻ എവിടെ? ഇസ്മായിൽ. അരുണേട്ടൻ ഇപ്പം നിലവിൽ ഉറങ്ങുകയാണ്. അരുണേട്ടൻ എവിടെയാണെന്ന് വെച്ചാൽ KSRTC ഡ്രൈവറാണ്. അങ്ങനെയും ഒരു കുറച്ച് പൈസ കിട്ടുന്നുണ്ട്, വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ അവനും നോക്കുന്നുണ്ട്. പക്ഷെ തികയുന്നില്ല, എന്ത് ചെയ്യാനാ. പിന്നെ ഭാരതം എന്നാണ് എഴുതിയത്.
നിനക്ക് ഗോപാലേട്ടൻ അല്ലെങ്കിലില്ലേന്നോ? ഉണ്ട്, ഗോപാലേട്ടൻ ഉണ്ട്. ഗോപാലേട്ടൻ സമ്പാദിക്കുന്നു, ഗോപാലേട്ടൻ ജീവിക്കുന്നു. അതിൽ ഇപ്പം എനിക്ക് കൈയിട്ട് വരാൻ പറ്റുമോ? എനിക്കൊരു തൊഴിലറിയാവുന്നല്ലേ. അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ എന്നോട് തിരിച്ചു ചോദിക്കൂലേ? നിനക്കൊരു തൊഴിലറിയില്ലേ? നിനക്ക് അതിലൂടെ കിട്ടുന്ന വരുമാനത്തിൽ ജീവിച്ചാൽ പോരെയെന്ന് ചോദിച്ചാൽ ഞാനിപ്പം മുട്ടിപ്പോകൂലേ? എൻ്റെ കർത്താവേ, ഇത്രയും നേരം വായിച്ചതിൽ ഒരു നല്ലൊരു മറുപടി ഫോർ ദ പീപ്പിൾ ആണ് അയച്ചത്. നല്ല മറുപടി സഹോദരി. 3 ഹാർട്ട് ഇട്ടത്. താങ്ക് യു സഹോദര. ഇവർക്കൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടില്ലേ? ഇവർക്കൊക്കെ ഞാൻ കമൻറ്റിന് മറുപടി കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു. ഇവരിങ്ങനെ കുത്തിരുന്ന് വായിക്കുന്നതിനെക്കാട്ടി നല്ല ഈ വീഡിയോ ഓണാക്കി ഇവർക്ക് കേൾക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. എനിക്കും അതാ നല്ലത്. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഓരോന്നിനും മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ജാസ് എഫ് ഹോം അയച്ചത്. സലീംക്ക അയക്കൂലേ? ഇത് ഞാൻ പറഞ്ഞതാണ്. പിന്നെയും പറഞ്ഞത് പിന്നെയും പറയണ്ട. ഷമീന അയച്ചത്. ഷമി ചിലക്കാതെ പോ ചെറ്റേ. ആരോടാ ഷമീന? ഉമ്മാനോടാണോ നിൻ്റെ വാപ്പാനോടാണോ? നിൻ്റെ വാപ്പാനോടായിരിക്കും മിക്കവാറും നീ പറഞ്ഞത്. കാരണം അയാളല്ലേ നിന്നെ കഷ്ടപ്പെട്ട് ഇത്രത്തോളമാക്കിയത്. അയാൾക്കത് തന്നെ കേൾക്കണം. ഇനിയും നീ പറയണം ഷമീന. അയാൾക്കത് കിട്ടിയാൽ പോരാ. ക്യൂൻ എന്താ തേനായോ എന്ന് ഇവനോടൊന്നും മറുപടി പറഞ്ഞാൽ ശരിയാവില്ല. അടുത്ത ആളും ചോദിക്കുന്നു, നിൻ്റെ ഭർത്താവ് എന്തിനുള്ളതാണ്? കല്യാണം കഴിച്ച ഒരാളോട് ഭർത്താവ് എന്തിനുള്ളതാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി ഞാൻ പറയൂല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റിയാൽ പറഞ്ഞോളി, ഞാൻ പറയത്തില്ല. ഭർത്താവില്ലേ? ഭർത്താവുണ്ട്. ഭർത്താവ് നിലവിൽ എനിക്ക് സ്വന്തമായിട്ടൊന്നുണ്ട്. സോഷ്യൽ മീഡിയ വേറൊന്നിനെ തരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 2 എണ്ണത്തിനുണ്ട്. അഷറഫാണേ ചോദിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഭർത്താവ് സമ്പാദിക്കുന്നതിലോ ഞാനിവിടെ വീട്ടിൽ പട്ടിണി കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒന്നുമല്ലല്ലോ ഞാൻ ഈ വീഡിയോ ഇട്ടത്. എൻ്റെ സദാചാര ആങ്ങളിച്ചികളും നിനക്ക് നന്നായിക്കൂടെ? നീ അങ്ങനെ ജീവിച്ചൂടെ? നിനക്ക് ഇങ്ങനെ ജീവിച്ചൂടെ? നിനക്ക് ഈമാൻ വേണ്ടേ? ഇൽമ വേണ്ടേ? നിനക്ക് സ്വർഗം വേണ്ടേ? നിനക്ക് അവിടെ പോണ്ടേ? നിനക്ക് ഇവിടെ പോണ്ടേ? വിറക് കൊള്ളിയായി പോവില്ലേ? ഇതൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഇനി അടുത്തത് സീനത്ത്. ഒന്നിനും വൈയില്ലെങ്കിൽ പോയിക്കോട്ടോ. ഏട്ടാ പോണ്ടേ? തെണ്ടാനാണേ പറയരുത്. ഇനിയിപ്പം ഏതെങ്കിലും കാലത്ത് തെണ്ടേണ്ട ഒരു ഗതികേട് എനിക്ക് വരുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു വെച്ചൊരു കാര്യം എന്താണെന്നറിയോ? ഈ പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലില്ലേ, ആപത്ത് കാലത്ത് ആയ കാലത്ത് 40 നട്ടാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാന്ന് കേട്ടിട്ടില്ലേ? ഞാൻ ആദ്യം തന്നെ പൈസയൊക്കെ സമ്പാദിച്ച് തുടങ്ങിയപ്പോൾ എന്താ ചെയ്തതെന്നറിയോ? സ്വർണത്തിൻ്റെ ചെറിയൊരു പാത്രം അവിടെ വാങ്ങി വെച്ചു. ഞാൻ ആ പാത്രം ഇതിൽ മുമ്പൊരിക്കൽ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അന്ന് എനിക്കത്ര ഫോളോവേഴ്സൊന്നുമില്ല. ഞാൻ ഒരിക്കൽ കൂടി ആ വീഡിയോ പാത്രം ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. 18 ക്യാരറ്റിൻ്റെ ഒരു സ്വർണ്ണപാത്രം ഉണ്ട് ഇവിടെ. തെണ്ടുകയാണെങ്കിൽ പോലും സ്വർണ്ണപാത്രത്തിലേ തെണ്ടുള്ളൂ. അഭിമാനം വിട്ടിട്ട് ഞാൻ കളിക്കുന്ന ഒരു പരിപാടിയുമില്ല. നസീമ ഒരു സൂപ്പർ അയച്ചിട്ടുണ്ട്, ഒരു സ്മൈൽ അയച്ചിട്ടുണ്ട്. ഒരു പയ്യൻ ഇത് ഇച്ചൂന്ന് അയച്ചിക്ക് നമസ്കാരവും ചിരിയൊക്കെ ഉണ്ട്, ചിരിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നിമ്മി. മോളെ ആരെങ്കിലും എന്തും പറയട്ടെ, മോൾക്ക് കൃഷ്ണൻ്റെ പടം വരച്ച് തന്നെ ജീവിക്ക്. സത്യ ചേച്ചി, ഞാൻ അങ്ങനെ തന്നെ ജീവിക്കുള്ളൂ. ഇവന്മാർക്ക് പറയാനും മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് 24 hours പുറത്തായി. ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ, എൻ്റെ ഗൂഗിൾ പേ നമ്പർ, അക്കൗണ്ട് നമ്പറല്ല ഗൂഗിൾ പേ സ്കാനർ, എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഒരു 24 hours പുറത്തായി ഞാൻ ഇട്ടിട്ട്. ഏറിപ്പോയാൽ ഓരോ രൂപ വെച്ചിട്ട് 50 രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും.
ഒരു 50 രൂപ കൊണ്ട് ഒരു മാസം ഒരു വീട്ടിലേത് വീട്ടിലാണ് ചിലവിന് കഴിയുക? അപ്പം നിങ്ങൾക്ക് ആർക്കും എനിക്ക് ചിലവിന് തരാൻ പറ്റൂല. അപ്പം ഞാൻ സ്വയം സമ്പാദിക്കണ്ടേ? അതിൽ ഒരു തെറ്റുമില്ലല്ലോ. തെറ്റുണ്ടെന്ന് പറയുന്നവർ ഇനി തെറ്റുണ്ടെന്ന് പറയരുത്. മിന്നു, അത് നന്നായി. ശരി. സത്യമല്ലേ? എന്താണ് സത്യമെന്ന് അറിയില്ല. റിയ ഒരു കൊതു എന്നെയും കൊണ്ടേ പോവും തോന്നുന്നു. ലൈല 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 1 2 3 6. വരയ്ക്കുന്നതും ചാനലിൽ വരുന്നതും ഒന്നും തെറ്റല്ല. അല്ല. അത് തട്ടമിടുന്നതും തെറ്റല്ല. നിനക്ക് 25 കോടി തീർക്കാൻ ഇനി നേരമില്ലാത്ത ലോകമാണ്. 25 കോടിയൊക്കെ എനിക്ക് തീർക്കാൻ അത്ര വലിയതൊന്നും വേണ്ട. എൻ്റെ പൊന്നാര ലൈലത്താത്തേ, ഒരു BMW കാർ എടുക്കുക. BMW കാറിൻ്റെ റേറ്റ് അറിയാമല്ലോ. അതിൻ്റെ 2-3 കാർ എടുക്കണം. 2 ഔഡി എടുക്കണം, ഒരു ബെൻസ് എടുക്കണം. പിന്നെ 25 കോടി, അത് പിന്നെ ബാക്കി പിന്നെ ഞാനൊരു സ്കാനർ ഇടേണ്ടി വരുമല്ലോ. ഈ താത്തക്ക് ഈ കാറിൻ്റെ ഒന്നും വില അറിയില്ലാന്ന് തോന്നുന്നു. പെട്ടെന്ന് പൈസ ചിലവാക്കാൻ പറ്റിയ കാര്യം അതാ. അപ്പോൾ 25 കോടി കിട്ടിയാലും എനിക്ക് ചിലവാക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. 2 ദിവസം തികച്ച് വേണ്ട. ഓൾക്ക് ആ ഫോമൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനുള്ള സമയം കൊടുത്താൽ മതി. കഴിഞ്ഞ കഥ. BMW കാറ് 56 ലക്ഷം തൊട്ടിട്ടാന്ന് തോന്നുന്നു എൻ്റെ അറിവിൽ ഉള്ളത്. ചിന്തിച്ച് നോക്കൂ. ഞാൻ എല്ലാവർക്കും, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഓരോ BMW കാറാട്ടോ വാങ്ങിക്കൊടുക്കും. പിന്നെയാണോ 25 കോടി തീരാൻ ഇത്ര നേരം? അനിൽകുമാർ, മോളെ സൂപ്പർ, നന്നായിരിക്കുന്നു. ഒരു 30 സെക്കൻഡ് വരെയൊക്കെ ഞാൻ ഈ റീലിട്ടിട്ടോ. ഒരുപാട് കമൻ്റ് ഉണ്ട്. കാരണം കുറേ ആയാലും നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, എനിക്കും ബുദ്ധിമുട്ടാണ്. പിന്നെയും ലൈല, ഈമാനോട് ഇസ്ലാമിൽ ജീവിക്കണമെങ്കിൽ ആരും സ്കാനറിൽ പൈസ ഇട്ട് തരേണ്ട. നമുക്ക് ഔറത്ത് മറച്ചു നമുക്ക് ജോലിക്ക് പോകാം, ചാനലിൽ കളിക്കാം, എന്നാലും ചെയ്യാം. അള്ളാഹുവിനെ മറന്ന് എന്തിനാണ് ജോലി ചെയ്യുന്നത്? നമ്മുടെ സമുദായം എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്ത് ജോലി ചെയ്ത് തട്ടവും ചെയ്യാൻ തട്ടവും ഇടാതിരിക്കണം എന്നതുമില്ല. ആര് പറഞ്ഞത്? ചേച്ചി എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ചേച്ചി ഈ മതപരമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ കൂടെ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കുറേ വെള്ളത്തൊപ്പിട്ട മുല്യമാർക്ക് ഈ യൂട്യൂബ് ചാനലുണ്ട്, അവർക്കൊന്ന് വോട്ട് ചെയ്യും, മെസ്സേജ് ഒന്ന് അയക്കുമോ? കാരണം എൻ്റെ ഒരു അറിവിൽ ഇതൊക്കെ ചെറുത്താമ്പട്ടിയുടെ ഗണത്തിൽപ്പെട്ടതാ ഈ മൊബൈലൊക്കെ. അവർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. അവർ ഓരോരുത്തരുടെ വീഡിയോ ഇങ്ങനെ വെച്ചിട്ട്, അതും പല സ്ത്രീകളുടെ വീഡിയോ, പല മതത്തിലുള്ള സ്ത്രീകളുടെ വീഡിയോ ഒക്കെ വെച്ചിട്ട് അവരഭിപ്രായം പറയുന്നുണ്ട്. അന്യ സ്ത്രീകളെ നോക്കാൻ പോലും പാടില്ലാത്ത കാലത്താ അവർക്കൊക്കെ മറുപടി കൊടുക്കുന്ന. അല്ലാ, ഇനിയിപ്പോൾ ജസ്റ്റ് അല്ലാന്ന് നെട്ടി വിളിച്ചെന്നായിരിക്കും അടുത്തത്. എന്താ മധു നായർ, അവർ ഈ സമൂഹത്തിൽ അവരും തൊഴിൽ ചെയ്തു പോവട്ടെ. മാന്യമായ തൊഴിൽ അല്ലേ ആ സ്ത്രീ ചെയ്യുന്നത്? അല്ലാതെ ഈ സമൂഹത്തിൽ എല്ലാവരും കൈ നീട്ടി യാചിക്കുന്നതോ? ഈ നാട്ടിൽ കുറേ സമൂഹ കീടങ്ങൾ ഉണ്ട്. അവരവരെ കുറിച്ച്
അങ്ങനെ കുറിച്ച് നടക്കട്ടെ എന്ന്, അവരങ്ങനെ കുറിച്ച് നടക്കട്ടെ എന്ന്. ഓക്കെ, മൂപ്പർ ഉദ്ദേശിച്ച ഞാൻ മാന്യമായിട്ടല്ലേ ജോലി ചെയ്ത് നടക്കുന്നത്, കുറേ സമൂഹത്തിൽ കുറേ എണ്ണുണ്ടല്ലോ, അവരങ്ങനെ നടക്കട്ടെ എന്ന്. ഇനിയും കുറേ മെസ്സേജുകളുണ്ട്. അപ്പം ഞാൻ അതൊക്കെ വായിക്കാൻ നിൽക്കുക ചെയ്യും. എനിക്ക് വായിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ മുഴുവൻ കാണുകയൊന്നുമില്ല, പിന്നെ അത് സ്ക്രോൾ ചെയ്യും. അടുത്തത്, എല്ലാവരും പണിയെടുത്ത് ജീവിക്കുന്നുണ്ട്, ഈമാനോട് കൂടെയും എടുക്കാൻ എന്താ ഈമാനോട് കൂടെയും സഹോദരീന്ന്. എല്ലാവരും പണിയെടുത്ത് ജീവിക്കുന്നുണ്ട്, ഈമാനോട് കൂടെയും പണിയെടുക്കുന്നുണ്ട് സഹോദരീന്ന്. ഞാനെവിടാ മോനെ ഈ ഈമാൻ കളഞ്ഞത്, നിങ്ങൾ ഈ ഈമാനെയും പിടിച്ച് നടക്കുന്നു. അയച്ച ആളുടെ പേര് പറയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒക്കെ ഫേക്ക് ഐ ഡി ആയിരിക്കും. ഞാനിതെവിടെയാണ് ഈമാൻ കളഞ്ഞത്, നിങ്ങൾ തന്നെ പറ. ഞാൻ ഈമാൻ കളഞ്ഞിട്ടുണ്ടോ? തലേന്നൊരു തട്ടൂരി നിൽക്കുക. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് ഷാള് കഴുത്തിലൂടെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. തട്ടിട്ടിട്ട് അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ തട്ടിടുക എന്നല്ലാതെ ഞാൻ വീട്ടിലൂടെ പോലും തട്ടിടാത്ത ഒരാളായിരുന്നു. അപ്പം ഞാനൊരു തട്ടം കളഞ്ഞപ്പോഴേക്ക് ഇവർ കാട്ടു പ്രശ്നം. ഞാൻ ഈമാനില്ലാത്തോളായി, നരകത്തിലെ തീക്കൊള്ളിയായി, അതായി ഇതായി എന്തൊക്കെയായി. സലാം വ്ലോഗ് 1689. ഇത് വായിക്കണേ സലാം തന്നെ വരണം. നടക്കൂല, എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ആ ഭാഷ പഠിച്ചില്ല. പിന്നെ സബരി അച്ചു, അതൊന്നും തരൂല സഹോദരി. സദാചാര ആങ്ങളാർക്ക് ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ്, അത് ഒന്നും മൈൻഡ് ചെയ്യണ്ട. ഈ പറയുന്നവർ അവരവരുടെ കാര്യം നോക്കിയാൽ പോരെ. പറഞ്ഞ മനസ്സിലായോ? അതൊന്നും തരൂല, പൈസയൊന്നും അവർ തരൂല. സഹോദരി, സദാചാര ആങ്ങളാരിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും, അത് ഒന്നും മൈൻഡ് വെക്കുന്നില്ല. ആര് മൈൻഡ് വെക്കുന്നു? ഈ പറയുന്നവരാ അവരവരുടെ കാര്യം നോക്കിയാൽ പോരെ. മതി. ആ മോളൂട്ടി പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇനി മെസ്സേജ് ഉണ്ട്, അവിടെ കിടക്കട്ടെ. അപ്പോൾ ഇത്രത്തോളം ഞാൻ വായിച്ചല്ലോ. ആ മോളൂട്ടി പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സദാചാരം പറയാൻ ആർക്കും പറ്റും, എനിക്കും പറ്റും, നിങ്ങൾക്കും പറ്റും. പക്ഷേ ഒരു കുടുംബത്തെ പോറ്റാൻ, ആ കുടുംബത്തെ പട്ടിണിയില്ലാതെ, ആ കുടുംബത്തിൽ വേണ്ട കാര്യങ്ങൾ നോക്കിയിട്ട് ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാൾക്കും പറ്റില്ല. പറ്റുമായിരിക്കും, പറ്റുന്ന ഒരുപാട് ലേഡീസും ജെൻസും ഒക്കെ ഉണ്ട്. അവർക്കാർക്കും ഇല്ലാത്ത സോഷ്യൽ മീഡിയ ബുള്ളിങ് എനിക്കുള്ളത് എന്തുകൊണ്ടാണ്? ഒരു കൃഷ്ണനായതുകൊണ്ട്, ഞാൻ മറ്റൊരു മതമായതുകൊണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ തട്ടമായിരുന്നു എല്ലാവരുടെയും വിഷയം. നീ തട്ടമിട്ട് വരച്ചു, നീ തട്ടമിട്ട് ഫോട്ടോ കൊണ്ടുപോയി, നീ തട്ടമിട്ട് അമ്പലത്തിൽ പോയി, തട്ടം ഞാൻ ഒഴിവാക്കി. അപ്പം ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ അവനും അവൻ്റെ പടച്ചോനുമായിട്ട് തീർത്തോളും, നിങ്ങളാരും തീർക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതറിയക്കൊള്ള പിന്നെയും എന്തിനാണ് പലരും എൻ്റെ പുറകെ നടക്കുന്നത്? അവർക്ക് എന്തിൻ്റെ ആവശ്യം? ഈ 99% ആൾക്കാരും, ഈ മോശം പറഞ്ഞ ആൾക്കാർ മുഴുവനവും മുസ്ലിം സ്ത്രീകളാണ്. മുസ്ലിം നാമധാരികൾ എന്ന് പറയാം. അത് ചിലപ്പോൾ ഫേക്ക് ഐ ഡി ആയിരിക്കും, ചിലപ്പം ഒറിജിനൽ ഐ ഡി ആയിരിക്കും. അപ്പം നിങ്ങളൊക്കെ ഇതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്നത് എന്തിൻ്റെ ആവശ്യത്തിനാണ്? എനിക്കറിയാവുന്നൊരു തൊഴിൽ മാന്യമായിട്ട് ചെയ്ത് ഞാൻ എൻ്റെ കുടുംബം നോക്കുന്നു. കുടുംബത്തിൽ ആർക്കും ഒരു കുറവും വരുത്തുന്നില്ല. മക്കൾക്കായാലും ഭർത്താവിനായാലും വീട്ടുകാർക്കായാലും എല്ലാവർക്കും ഞാനൊരു സഹായിയായിട്ട് മാത്രമേ എവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. പിന്നെ എന്താ നിങ്ങളുടെയൊക്കെ വിഷയം? ഞാൻ വരയ്ക്കുന്നതാണ് വിഷയമെങ്കിൽ ഞാൻ എൻ്റെ സ്കാനർ തന്നു, എൻ്റെ നമ്പർ തന്നു. 1 രൂപയിൽ കൂടുതൽ ഒരു വ്യക്തി പോലും അയച്ചില്ല.
ഒരിപ്പോൾ 50 രൂപ അതിലേക്ക് അപ്പുറമേയും കിട്ടിയില്ല കേട്ടോ. ആ 50 രൂപ ഞാൻ 2 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ലേ, ആ പയ്യൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ എനിക്കത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരിപ്പോൾ 10,000 അല്ല 25,000 അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതേ ചെയ്യുള്ളൂ. കാരണം ആ പൈസ എടുത്തിട്ട് എൻ്റെ മക്കൾക്ക് അരി വാങ്ങിക്കൊടുത്തിട്ട് അത് വേവിച്ച് അവർ കഴിച്ചാൽ അങ്ങ് അവർക്ക് ദഹിക്കില്ല. അത് ആരാൻ്റെ പൈസയാണ്. നേരെ മറിച്ച് ഞാൻ വരച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ അല്ലെ എൻ്റെ ഭർത്താവ് നയിച്ച് അവർ കൊടുത്തയക്കുന്ന പൈസയിൽ അതിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഞങ്ങൾ സുഖകരമായിട്ട് ജീവിക്കും. അപ്പം ഞാൻ നിങ്ങൾക്കൊരു അവസരം തന്നു. അപ്പം നിങ്ങൾക്ക് ആർക്കും എന്നെ സഹായിക്കാൻ പറ്റൂല. പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദേശിക്കാൻ വരുന്നത്? പിന്നെ ഞാൻ നരകത്ത് പോകുമെന്നുള്ള പേടി. നരകത്ത് പൊക്കോട്ടെ. നിങ്ങൾ കണ്ടില്ലേ ഷവായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെ ആയിരിക്കും ഒരു പക്ഷെ നരകത്തിൽ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. പിന്നെ എനിക്കില്ലാത്ത ടെൻഷനും വിഷമമൊക്കെ നിങ്ങൾക്ക് എന്തിനാ? അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങളെങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പം നിങ്ങളിതൊന്നും ഓർത്ത് ബോധേടാവേണ്ട ഒരാവശ്യവുമില്ല. സഹായിക്കാൻ ഒരുത്തിനെ കൊണ്ടും പറ്റൂല എന്നറിയാമല്ലോ. ഇനിയെങ്കിലും സദാചാരം കുറയ്ക്കുക. ഇനി കമൻ്റ് ഇട്ടോളൂ. അടുത്ത കമൻറ്റിന് മറുപടിയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഞാൻ കമൻറ്റിന് മറുപടി തരുന്നില്ല എന്നുള്ളതാണ് പലരുടെയും പരാതി. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് തലവേദന കൂടും. എനിക്ക് മൈഗ്രൈൻ്റെ ഒരു പ്രശ്നമുള്ളതാണ്. ഇന്നും കൂടി എനിക്കൊരു ഇഞ്ചക്ഷൻ ടെസ്റ്റ് ചെയ്തതാണിത്. കണ്ടോ, എനിക്ക് റിയാക്ഷൻ വന്നതാണ്. അപ്പം എനിക്കിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന് തലവേദനയ്ക്കായി എനിക്കൊരു ബുദ്ധിമുട്ടായി. ഇതായാൽ പെട്ടെന്ന് കഴിയും. നിങ്ങൾക്കും കാണാനും കേൾക്കാനും സുഖമായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻ്റ് അയക്കൂ. മറുപടിയായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കമൻറ്റിന് മറുപടി 2 ദിവസമായില്ലേ ഞാൻ വീഡിയോ ചെയ്യാനിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുക. 12:25 ഉറങ്ങേണ്ട സമയത്ത് ഞാൻ നിങ്ങൾക്ക് മറുപടി തന്നതാ. അത്രത്തോളം എനിക്ക് ആത്മാർത്ഥത നിങ്ങളോടുണ്ട്. അപ്പോൾ തിരിച്ചു ആത്മാർത്ഥത കാണുക. ഇത് ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് നിങ്ങൾ അടുത്ത മറുപടി അടുത്ത കമൻറ്റ് നിങ്ങളിടുക. മറുപടി ഇവിടെ തരാൻ തയ്യാറാണ്. ഓക്കെ.